നോമ്പൊക്കെ അല്ലേ കാലം. അപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു പഴം പോള ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പഴുപ്പുള്ള, എന്നാലും നല്ലോണം പഴുത്തതും അല്ലാത്ത ഒരു മീഡിയം സൈസുള്ള പഴം എടുക്കാം. 3 പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 4 പീസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഓയിലിട്ടിട്ട് ഇതൊന്ന് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഗോൾഡൻ കളറാകുന്നവരെ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കണം. ഇത്ര കളറായി മതിയായി. ഇങ്ങനെ ആകുമ്പോൾ കോരിയെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് 4 മുട്ട, 3 പഴത്തിന് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് പഞ്ചസാര, ഏലക്കാപ്പൊടി, വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പഴം കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു 30-35 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴം പോലെ ഇവിടെ റെഡി ആയി കിട്ടും. നല്ല ടേസ്റ്റാണ്. നമ്മൾ പഴം വാട്ടിയിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ്. ഒരിക്കൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നോമ്പൊക്കെ അല്ലേ, ഒരു മാറ്റം ആഗ്രഹിക്കാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടിപൊളിയാണേ.